പുനരുപയോഗിക്കാവുന്ന, അതായത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന റോക്കറ്റിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇസ്രോ. പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ വിക്ഷേപണമാണ് ഇസ്രോ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. അതായത് വിമാനത്തിന് സമാനമായ രീതിയിലാണ് പുഷ്പക് റോക്കറ്റിന്റെ ഘടന. 6.5 മീറ്റർ നീളവും 1.75 ടൺ ഭാരവും ഉണ്ട് ഇതിന്. പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകളുടെ പട്ടികയിലെ 3ാമത്തെ പരീക്ഷണമാണിത്. സങ്കീർണമായ സാഹചര്യങ്ങളിൽ റോക്കറ്റിന്റെ റോബോട്ടിക് ലാൻഡിംഗ് കഴിവ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിക്ഷേപണം നടത്തിയത്. ചിനൂക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് 4.5 കിലോമീറ്റർ ഉയരത്തിൽ പേടകത്തെ എത്തിച്ച ശേഷം താഴേക്ക് ഇറക്കുകയായിരുന്നു. പരീക്ഷണ വാഹനം സ്വമേധയാ വേഗവും ദിശയും നിയന്ത്രിച്ച് വിമാനത്തെ പോലെ റൺവേയിലേക്ക് പറന്നിറങ്ങി. ദിശമാറ്റ സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ പരീക്ഷണം നടത്തിയത്. താങ്ങാവുന്ന വിധത്തിൽ ചുരുങ്ങിയ ചെലവിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപണം നടത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു ISRO മേധാവി S സോമനാഥ് പറഞ്ഞത്. ഭാവിയുടെ പ്രതീക്ഷയാണ് പുഷ്പക് വിമാനം. റോക്കറ്റിന്റെ ഏറ്റവും വിലയേറിയ ഭാഗമായ മുകൾ ഭാഗം, അതായത് ഇലക്ട്രിക് ഉപകരണങ്ങളും മറ്റ് നിർണായക ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഭാഗം ഭൂമിയിലെത്തിച്ച് പുനരുപയോഗിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പോലും ഇതുവഴി സാധിക്കുമത്രേ. ബഹിരാകാശ മാലിന്യം കുറയ്ക്കുന്നതിലും ഇത് നിർണായകമായ പങ്കുവഹിക്കുന്നു. 2016 ആദ്യമായി പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് എന്ന ആശയം ഉദിച്ചതും ആദ്യമായി RLV വിക്ഷേപിച്ചതും. എന്നാൽ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അത് കടലിൽ മുങ്ങിപ്പോകുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ RLV LX എന്ന് വിളിക്കുന്ന റോക്കറ്റിന്റെ പരീക്ഷണം വിജയകരമായിരുന്നു. വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെയായിരുന്നു റോക്കറ്റിനെ വായുവിലേക്ക് ഉയർത്തിയത്. സമാന രീതിയിലായിരുന്നു പുഷ്പകിന്റെ വിക്ഷേപണവും. എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും സംഘം 10 വർഷം മുമ്പാണ് ബഹിരാകാശ വാഹനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഈ പദ്ധതിക്കായി ഏകദേശം 100 കോടി രൂപയിലധികം സർക്കാർ നിക്ഷേപിച്ചിട്ടുണ്ട്. രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന പുഷ്പക് വിമാനം എന്നതിൽ നിന്നാണ് ഈ റോക്കറ്റിന് ഈ പേര് ലഭിച്ചത്. പുനരുപയോഗിക്കാവുന്ന റോക്കറ്റിലേക്ക് പ്രവേശിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.